എം ഗീതാനന്ദൻ, ഇവിടെ ഈ പശ്ചിമഘട്ട മേഖലയുമായി ബന്ധപ്പെട്ട നല്ല മൂലധന താല്പര്യം പ്രവർത്തിക്കുന്നില്ലേ? അവിടെ ഈ ക്വാറി മാഫിയ, ഖനി മാഫിയ, ഭൂമാഫിയ ഇവയൊക്കെ വളരെ പ്രബലമായ സ്വാധീനം ചെലുത്താൻ കാത്തു നിൽക്കുന്ന സാഹചര്യമില്ലേ? അവിടെയാണ് ഈ പറയുന്ന പശ്ചിമഘട്ടത്തിലും അതിൻ്റെ ബഫർ സോണിലുമാണ് ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളത്. അപ്പോൾ അതൊരു വലിയ തലവേദനയാണ് ആർക്ക്? ഈ പറയുന്ന തരം മൂലധന ശക്തികൾക്ക്. അവരുടെ പിടിച്ചെടുക്കലാണ് ഭീകരം. ഇന്നിപ്പോൾ ഈ പോലീസ് ആസ്ഥാനത്ത് നിന്നിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് പണം പിടിച്ചു വാങ്ങുന്നു, പൊതുസ്വത്ത് തന്നെ അപഹരിക്കുകയാണിവർ. ആ ഭാഗം കാണുന്നില്ല. പിന്നെ ഭക്ഷണം പിടിച്ചു വാങ്ങുന്നു, വരും തലമുറയ്ക്കുള്ള ആഹാരം വരെ കൊള്ളയടിക്കപ്പെടുകയാണ് ഈ മാഫിയകളുടെ പ്രവർത്തനത്തിലൂടെ. അതിനെപ്പറ്റിയും ഈ സർക്കാരിനും പോലീസ് സംവിധാനത്തിനും ഒന്നും ആശങ്കയില്ല. പോലീസ് സംവിധാനം പറയുന്നത് പിന്നെ ആരെപ്പറ്റിയാണ്? ധാരാളം പരാതികൾ വരുന്നു. നാട്ടുകാരും തൊഴിലാളികളും കച്ചവടക്കാരും ഒക്കെ സർക്കാരിനും പോലീസിനും പരാതി നൽകുന്നു. രാത്രി വീടുകളിൽ മുട്ടിവിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, പണവും ഭക്ഷണവും ചോദിച്ചു വാങ്ങുന്നു. പിന്നെ അങ്ങയുടെ അറിവിലേക്കായി അങ്ങ് പ്രവർത്തിക്കുന്ന ഒരു മേഖലയുടെ കാര്യം കൂടി പറയുന്നതുകൊണ്ട്, നൂറ്റാണ്ടുകളായി വനത്തിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷവും പോലീസ് ഗൗരവമായി പരിഗണിച്ചു. സാർ, ഈ പറയുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ പറ്റിയും അവരനുഭവിക്കുന്ന മാവോയിസ്റ്റ് ഭീഷണിയെ പറ്റിയും എത്ര ഗൗരവത്തോടെയാണ് ഈ പോലീസ് കാണുന്നത് എന്ന് അങ്ങ് ഇനിയെങ്കിലും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഈ പറയുന്ന ആദിവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മാവോയിസ്റ്റുകളുടേതാണോ സാർ? ഇവിടെ വനാവകാശ നിയമം നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ? ഭൂവിതരണം സാധ്യമായിട്ടുണ്ടോ? ഇവർ വന്ന് ഈ രാത്രികളിൽ മുട്ടിവിളിച്ച് ഭക്ഷണം ചോദിക്കുക, ഈ പറയുന്ന ലഘുലേഖകൾ വിതരണം ചെയ്യുക, ഇതാണോ സ്വൈരജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നത്? ഇതാണോ തണ്ടർ ബോൾട്ട് പോലൊരു വലിയ സന്നാഹത്തെ കൊണ്ട് ഇല്ലാതാക്കേണ്ടത് കേരളത്തിൽ? കേരളത്തിലെ ആദിവാസി മേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ തണ്ടർ ബോൾട്ട് അല്ലെങ്കിൽ പോലീസ് സേന പലപ്പോഴും അതിൻ്റെ പേരിൽ ഭരണകൂടം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ആദിവാസികളുടെ സ്വൈരജീവിതത്തിനും അവരുടെ ഇടയിലേക്ക് പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ആദിവാസി പ്രവർത്തകർ കടന്നതിൽ നിന്നുൾപ്പെടെ വളരെ കർക്കശമായ പ്രതിരോധം ഭരണകൂടം ഇപ്പോൾ അടുത്ത കാലത്ത് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അട്ടപ്പാടിയിൽ ഞാനിപ്പം നിലമ്പൂരിൽ നിന്ന് വരികയാണ്. നിലമ്പൂരിലും തന്നെ ആദിവാസി പ്രവർത്തകർക്ക് ആദിവാസി ഊരുകളിൽ കടന്നു ചെല്ലാൻ പറ്റില്ല. കാരണം നിലമ്പൂർ മേഖലയിൽ മാവോ സാന്നിധ്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മറവിൽ ആ മേഖലയിലേക്ക് പൊതുപ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, ആദിവാസി പ്രവർത്തകർ, ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ആദിവാസിക്ക് അവൻ്റെ ഊരിൽ നിന്ന് വേറൊരു ഊരിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി ഈ പറയുന്ന പോലീസ് സംവിധാനത്തിനെ ഭയപ്പെട്ടിട്ട് വനം വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൻ്റെ പല വനമേഖലകളിലും ആദിവാസികളെ അടിമകളാക്കി ഒരു ഇരുമ്പ് മറക്കകത്ത് ഒതുക്കി നിർത്താനുള്ള ഒരു അവസരമായാണ് മാവോ സാന്നിധ്യത്തിൻ്റെ പേരിൽ കേരളത്തിൽ പോലീസ്, ഭരണാധികാരികൾ, വനം വകുപ്പ് ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വനം വകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. മാവോ സാന്നിധ്യത്തിനൊരു രാഷ്ട്രീയ പരിഹാരമാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദിവാസികളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവരുടെ പൊതുധാരയിൽ കൊണ്ടുവരാൻ, അവർക്ക് വന ഉൽപ്പന്നങ്ങളിലും വനവിഭവങ്ങളിലും അവരുടെ സമ്പത്തിലുമുള്ള അധികാരികളാക്കി മാറ്റണം. അങ്ങനെ അവരുടെ ദാരിദ്ര്യപരമായ ജീവിതത്തിനൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ ഏതെങ്കിലും സംഘർഷഭരിതമാക്കാൻ മാവോയിസ്റ്റുകൾക്ക് കഴിയാതാക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രവർത്തനം തന്നെ ഇപ്പം നമുക്കറിയാം. 20 വർഷമായി ശക്തമായ ഒരു ആദിവാസി മൂവ്മെൻ്റ് ഇവിടെ ഉണ്ട്. അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് മുത്തങ്ങയിൽ നിന്നൊക്കെ നമുക്കറിയാമല്ലോ. മുത്തങ്ങ പോകട്ടെ, അതിനുശേഷം മാവോവാദത്തിൻ്റെ പേരിൽ അഖിലേന്ത്യാ തലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമ്പോഴും ആദിവാസി ജീവിതത്തിനൊരു മാറ്റം വരുത്താൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ആദിവാസി മേഖലയ്ക്ക് വൻതോതിൽ കോർപ്പറേറ്റ് കൊള്ള അല്ലെങ്കിൽ അതുപോലുള്ള വൻ മുതലാളി വർഗ്ഗങ്ങൾ യഥാർത്ഥത്തിൽ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സംരക്ഷണത്തിനാണ് ഈ തണ്ടർ ബോൾട്ട് ഉൾപ്പെടെ ഇവിടെ രംഗത്ത് നിൽക്കുന്നതിലാണ് വസ്തുത. ഈ സംഭവം വളരെ വ്യക്തമാണ്. എന്താണ്, ഈ രാജ്യത്തെ പാർട്ടികളൊന്നും പിരിക്കാറില്ലേ? ഇവരൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തി തന്നെയാണ് പിരിക്കുന്നത്. അധികാരം ഉപയോഗിച്ചും അല്ലാതെയും കൊള്ളപ്പിരിവ് നടത്തിയാൽ ഇവനൊക്കെ കീശ ഉറപ്പിക്കുന്നത്. മാവോവാദി പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ ആളുകളോട് കാശ് ചോദിക്കും. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ആദിവാസികളൊന്നും ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരാരും അങ്ങനെ കാര്യമായിട്ടൊന്നും പിരിച്ചിട്ടില്ല. എന്നാൽ ആദിവാസികൾക്ക് ഒരു സാന്നിധ്യം ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് പോലീസും മാവോവാദികളും കാട്ടിൽ നിറങ്ങണം എന്നാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. അതുകൊണ്ട് നിൽക്കട്ടെ, ആദിവാസി മേഖലയിൽ ആദിവാസികളെയോ സാധാരണ ജനങ്ങളെയോ ഭയപ്പെടുത്തിയൊന്നും തന്നെ മാവോവാദികൾ പണപ്പിരിവ് നടത്തുന്നു എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു ആരോപണമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ റിസോർട്ടിന് മുകളിൽ പണപ്പിരിവ് ചെന്നിട്ടുണ്ട് എങ്കിൽ അവർ ചുമ്മാ വെടിവെച്ചു എന്നല്ലാണോ ചെയ്യുന്നത്?
ഭരണകൂടത്തിന് താല്പര്യമില്ലാത്ത പാർട്ടികളെയും പ്രവർത്തകരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ RSകാരനെയും കോൺഗ്രസിനെയും BJPയും CPM-കാരനെയും വെടിവെച്ച് കൊല്ലണോ? ഇവരൊക്കെ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന് കൊള്ളമുതൽ വാങ്ങിച്ചിട്ടില്ലേ ഇവൻ്റെ പോക്കറ്റ് വീർപ്പിക്കുന്നത്? ഇവിടെ ജെയിംസ് സഖാവ് പറയുണ്ടായല്ലോ, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഇവിടുത്തെ പാവപ്പെട്ട ഭൂരഹിതന് കൊടുക്കാനുള്ള ഭൂമി വ്യാജ ആധാരം ഉപയോഗിച്ച് കൈവശം വെച്ചിരിക്കുന്നതാണ് ഹാരിസൺ. ഇവനൊക്കെ കരമടക്കാൻ ആരാണ്? ഇവിടുത്തെ കോടതി ഉൾപ്പെടെ അവരുടെ അറിവും സമ്മതത്തോടും കൂടി കരമടക്കാൻ വേണ്ടി മത്സരിക്കല്ലേ ഇവിടുത്തെ കലക്ടർമാർ. അതിനെല്ലാവിധ പിന്തുണയും ഇവിടുത്തെ ഇടത് വലത് പ്രസ്ഥാനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ ഭൂമി മുഴുവൻ തന്നെ ഇവിടുത്തെ ആദിവാസികൾക്ക് വിതരണം ചെയ്തിരുന്നു എങ്കിൽ, ദളിതർക്ക് വിതരണം ചെയ്തിരുന്നു, ജീവിതം മെച്ചപ്പെടുമല്ലോ. ഒരു സമഗ്രമായിട്ടുള്ളൊരു രണ്ടാം ഭൂപരിഷ്കരണത്തിലെത്തുകയും ഈ മാവോവാദത്തിനൊക്കെ രാഷ്ട്രീയമായ വലിയ പരിഹാരം കാണുമായിരുന്നല്ലോ. അത് പരിഹരിക്കാത്തതുകൊണ്ടാണ് ഇത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ആയുധം എടുത്ത് വരുന്നത് എന്നുള്ളതാണ് ഒരു മറുവശം. ശരി. തിരിച്ച